ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. ഞാനൊരു ഫേസ് പാക്കാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം, നമുക്കൊരു ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം, ബാത്ത് പൗഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാം. നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ടും വേറെ അലർജി അല്ലെങ്കിൽ ഇറിറ്റേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കും യൂസ് ചെയ്യാം. കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലവരുണ്ടാവില്ല, കുഞ്ഞു കുട്ടികൾക്ക് വരെ സോപ്പും അങ്ങനെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് ഫേസ് വാഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാത്ത് പൗഡറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണും കടലപ്പൊടിയാണ്. കടലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. സോറി, ചെറിയ വലിയ വന്നേ. അപ്പോൾ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഈ ഒരു കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അടുത്തതിലോട്ട് ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. കസ്തൂരി മഞ്ഞൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ മഞ്ഞൾ എടുത്താൽ മതി. സാധാരണ മഞ്ഞളുടെ പൊടി അതൊരു നുള്ളിട്ടാൽ മതി, ഒരുപാടൊന്നും വേണ്ട. കാരണം നമുക്ക് മുഖത്ത് മഞ്ഞ കളർ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. എക്സ്ട്രാ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ റോസ് വാട്ടറാണ് എടുക്കുന്നത്. നമ്മുടെ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ തന്നെ യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് മുഖക്കുരു കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഒഴിവാക്കാം കേട്ടോ. നിങ്ങൾ പാൽ യൂസ് ചെയ്യാം, തൈര് യൂസ് ചെയ്യാം, അതേപോലെ അലോവേറ ജെല്ല്, തേൻ, ഇതൊക്കെ നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ നോർമൽ സ്കിന്നുകാർക്കും കൂടി പറഞ്ഞുതരാം. നമുക്ക് നോർമൽ വാട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഫേസ് വാഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നോർമൽ വാട്ടർ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇടുന്ന ഇൻഗ്രീഡിയൻറ്റ് എത്രയും നല്ല ഒരു ക്വാളിറ്റിയുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് തരുന്ന ഇൻഗ്രീഡിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത്രയും റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നതിന് പകരം ഇതിലോട്ട് നമ്മൾ ടൊമാറ്റോയുടെ ജ്യൂസോ അല്ലെങ്കിൽ പൊട്ടറ്റോയുടെ ജ്യൂസോ അല്ലെങ്കിൽ ഒരു ഇത്തിരി നാരങ്ങ നീരൊക്കെ ഇടുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റൺ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ ജസ്റ്റ് നമുക്ക് മുഖം നന്നായിട്ട് ക്ലിയർ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കൊരു ചേഞ്ചിന് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇതൊരു ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്, ഫേസ് വാഷ് ആയിട്ടല്ല, ഫേസ് പാക്ക് ആയിട്ട്. അപ്പോൾ അത്രയും നമ്മുടെ സ്കിന്നിലോട്ട് ഇതൊന്ന് ഡ്രൈ ആകുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ നമ്മുടെ ഫേസിലോട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതേ റോസ് വാട്ടർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കടലപ്പൊടിയും മഞ്ഞളുടെ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഡെപ്പക്കകത്താക്കി വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഫേസിലായിട്ട് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പോൾ ഇത്രയുള്ള സംഭവം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ എൻ്റെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. നല്ല സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, ഒലിച്ചിറങ്ങുന്നില്ല, സുഖമായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു ബ്രഷ് വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാണ്ട. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ റോസ് വാട്ടറൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു കൂളിങ്ങും നല്ലൊരു സ്മെല്ലും ഉണ്ട്. പിന്നെ മഞ്ഞളുടെയും ടീ ട്രീയുടെയും ഒക്കെ നല്ല ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ്. ഞാനപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നല്ല, ഞാൻ ഇതിൽ ടീ ട്രീ ഓയിൽ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, വീട്ടിൽ ടീ ട്രീ ഓയിൽ ഉണ്ടാകണമെന്നില്ല. എൻ്റെ എല്ലാം കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. അത് എന്താ പറയുക, ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക. കാരണം മുഖക്കുരു അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സ്കിൻ നല്ല ഒരു ക്ലിയർ ആയിട്ടിരിക്കാനാണെങ്കിലും മുഖക്കുരൊന്നും വരാതിരിക്കാനും ഓപ്പൺ പോർസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതത്ര എന്താ പറയുക, നിർബന്ധമുള്ള കാര്യമല്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു. അതിൻ്റെ എന്താ പറയുക, ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തൂല, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തൂല. ഞാനപ്പോൾ ജസ്റ്റ് എൻ്റെ ഉള്ള കാരണം ഞാൻ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ അത് ഞാനിപ്പോൾ എൻ്റെ ഫേസിലും നെക്കിലും ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് വെക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് അല്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ മുഖം നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് അല്ല. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്ന, അതായത് നമ്മുടെ ഓപ്പൺ പോർസ് ആയിക്കോട്ടെ, നമ്മുടെ ഫേസ് നല്ല ക്ലെൻസ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഫേസിൽ നന്നായിട്ട് ക്ലിയർ ആകാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന നമുക്ക്
ഫെയ്ഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. ഒരാഴ്ചയെങ്കിലും നമ്മൾ റെഗുലറായിട്ട് എന്തായാലും യൂസ് ചെയ്യാം. റെഗുലറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ അത്രയും നല്ലൊരു ഫ്ലോലെസ് കിട്ടുള്ളൂ. അത് നല്ലൊരു ക്ലിയർ ആയിട്ടും ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് കിട്ടുള്ളൂ. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഫേസിൽ ഒരുപാട് റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് അല്ല ഇത്. ഫസ്റ്റ് തന്നെ പറയാനുള്ള കാര്യം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എന്താ പറയുക, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ആൾക്കാരാണ്. അപ്പം നാച്ചുറൽ ആയതുകൊണ്ട് പിന്നെ നമ്മളിതിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു ഗ്ലോ പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിലും എന്താ പറയുക, നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുഖക്കുരു, കറുത്ത പാടകൾ, അല്ലെങ്കിൽ ആ ഒരു കരിവാളിപ്പൊക്കെ പെട്ടെന്നൊന്നും മാറില്ല. നമ്മൾ 2, 3, 4 യൂസൊക്കെ കഴിയുമ്പോഴേ അതിൻ്റെ ഒരു വ്യത്യാസം നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആയ ശേഷം നമുക്ക് വാഷ് ചെയ്തോളെ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നല്ല വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫേസ് നല്ലൊരു വ്യത്യാസം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഗ്ലോയിങ് ആയിട്ടും ക്ലിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലോ അല്ലെങ്കിൽ നൈറ്റിലോ എന്തെങ്കിലും ടൈം അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്കൊരു ഫേസ് വാഷ് പൗഡറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാത്ത് പൗഡറായിട്ട് യൂസ് ചെയ്യാം, ഏത് രീതിയിൽ യൂസ് ചെയ്യാം. ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഉത്തൻ ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.